ഹായ് ഫ്രണ്ട്സ്, ഐ എം ജയചന്ദ്രൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് കമ്പൽസറി നിർബന്ധമായും GST എടുക്കേണ്ടത്, ഇനി എല്ലാവർക്കും GST എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. GST രജിസ്ട്രേഷൻ. ഓക്കെ, GST രജിസ്ട്രേഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കമ്പൽസറി രജിസ്ട്രേഷൻ. Compulsory registration and voluntary registration. ഓക്കെ, കമ്പൽസറി ആയിട്ട് നിർബന്ധമായും ആരൊക്കെയാണ് GST എടുത്തിരിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡിംഗ് ദി ത്രെഷോൾഡ് ലിമിറ്റ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ exceeds the ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡിംഗ് ദി ത്രെഷോൾഡ് ലിമിറ്റ്. ത്രെഷോൾഡ് ലിമിറ്റിലും ടേൺ ഓവർ എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ കേരളത്തിന്റെ കേസിൽ നമുക്ക് നോക്കാം. ഡിഫറെന്റ് സ്റ്റേറ്റിന് ഡിഫറെന്റ് ത്രെഷോൾഡ് ലിമിറ്റ് ആണുള്ളത്. കേരളത്തിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാന്ന് നോക്കാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. സർവീസ്, ഡീലർ എൻഗേജ്ഡ് ഇൻ സർവീസ്. നെക്സ്റ്റ് വൺ ഡീലർ എൻഗേജ്ഡ് ഇൻ ഗുഡ്സ്. ദാറ്റ് മീൻസ് എന്താ പറഞ്ഞാല് ഗുഡ്സ് വിൽക്കുന്ന ഒരാള്. സെയിൽ ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് സർവീസ്. സെയിൽ ഓഫ് സർവീസസിന്റെ കേസിൽ, റെൻഡറിംഗ് ഓഫ് സർവീസസിന്റെ കേസിൽ 20 lakhs ആണ്. 20 lakhs. ഗുഡ്സിന്റെ കേസിൽ 40 lakhs ആണ്. 40 lakhs. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീലർ ആണെങ്കിൽ 20 ലക്ഷത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ ഗുഡ്സ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടേൺ ഓവർ 40 lakhsൽ കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ടും എന്തെടുത്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രണ്ടാമത്തെ കേസ് നോക്കാം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇന്റർസ്റ്റേറ്റ് സെയിൽ. ഇന്റർസ്റ്റേറ്റ് സെയിൽ എന്ന് പറഞ്ഞാല് കേരളത്തിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക്, കേരളത്തിലല്ലാതെ വേറൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് വിൽക്കുക, അല്ലെങ്കിൽ വേറൊരു യൂണിയൻ ടെറിട്ടറിയിലേക്ക് ഗുഡ്സ് വിൽക്കുക. അതെന്താണ്? അപ്പോഴും എന്ത് നിർബന്ധമായി എടുത്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. മൂന്നാമത്തെ കേസാണ് പറയുന്നത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്. എക്സ്പോർട്ടിന്റെ കേസിലും നമ്മൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നമ്മൾ ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് എടുത്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി എപ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? വിത്തിൻ 30 days. വിത്തിൻ 30 days. വിത്തിൻ 30 days ഫ്രം ലേബിൾ ടു രജിസ്റ്റർ. രജിസ്ട്രേഷൻ എടുക്കാൻ ലേബിൾ ആയിട്ട് വിത്തിൻ 30 daysന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, വോളണ്ടറി രജിസ്ട്രേഷൻ എന്താണ്? നമുക്ക് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കും. ഇത്രയാണ് നമുക്ക് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ആരൊക്കെയാണ്? ഒന്ന്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് ദി ത്രെഷോൾഡ് ലിമിറ്റ്. ത്രെഷോൾഡ് ലിമിറ്റ് ഓരോ സ്റ്റേറ്റിന്റെയും എന്താണ്? ത്രെഷോൾഡ് ലിമിറ്റ് ഡിഫറെന്റ് ആണ്. കേരളത്തിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർവീസസ് ആവുന്നേരം 20 lakhs, ഗുഡ്സ് ആവുന്നേരം 40 lakh. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർസ്റ്റേറ്റ് സെയിൽ. ഒരു ഡീലർ ഇന്റർസ്റ്റേറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ടും എന്ത് എടുത്തിരിക്കണം? GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന്റെ കേസ് നെക്സ്റ്റ് വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ലേബിൾ ടു ടേക്ക് രജിസ്ട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് GST രജിസ്ട്രേഷന് വേണ്ടത് എന്ന് നോക്കാം. GST രജിസ്ട്രേഷൻ എന്തൊക്കെ ഡോക്യുമെന്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്താണ്? പ്രൊപ്രൈറ്ററിഷിപ്പ്, പാർട്ണർഷിപ്പ്.
ഓക്കെ. ഫസ്റ്റ് എന്ത് വേണം? പാൻ കാർഡ് ഓഫ് പ്രൊപ്പറേറ്റർ. ഫസ്റ്റ് വൺ എന്താണ്? പാൻ ഓഫ് പ്രൊപ്പറേറ്റർ. പാൻ ഓഫ് പ്രൊപ്പറേറ്റർ. ഇവിടെ പ്രൊപ്പറേറ്ററുടെ പേരിലാണ് നമ്മൾ GST എടുക്കുന്നത്. അപ്പം പാൻ കാർഡ്, പ്രൊപ്പറേറ്ററെ പാൻ കാർഡ് വേണം. നെക്സ്റ്റ് ഇവിടെ എന്താണ് പറയുന്നത്? ഒന്ന് പാൻ ഓഫ് ഫേം, പാർട്ണർഷിപ്പ് ഫേം. ഇവിടെ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നത് പാർട്ണർഷിപ്പിന്റെ പേരിലാണ്. അപ്പം പാർട്ണർഷിപ്പിന്റെ പാൻ കാർഡ് വേണം. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഫോട്ടോ ഓഫ് പ്രൊപ്പറേറ്റർ, പ്രൊപ്പറേറ്ററെ ഫോട്ടോ വേണം. നെക്സ്റ്റ് ഇവിടെ എന്താണ് വേണ്ടത്? ഫോട്ടോ ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഫോട്ടോ ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഓൾ പാർട്ണേഴ്സ്. തേർഡ് വൺ എന്താ പറയുന്നത്? അഡ്രസ് പ്രൂഫ് വേണം. അഡ്രസ് പ്രൂഫിന് എന്ത്? ആധാർ കാർഡ് മതി. ആധാർ കാർഡ്. ഇവിടെ എന്ത് വേണം? മൂന്ന് സെയിം ആണ്. ആധാർ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. ആധാർ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഓൾ പാർട്ണേഴ്സ്. ഫോർത്ത് വൺ എന്താണ്? ബാങ്ക് ഡീറ്റെയിൽസ് വേണം. ബാങ്ക് ഡീറ്റെയിൽസ്. ബാങ്ക് ഡീറ്റെയിൽസിന് വേണ്ടത് ഒന്നെന്താവാ? ക്യാൻസൽഡ് ചെക്ക് ആവാം. ക്യാൻസൽഡ് ചെക്ക്, ക്യാൻസൽഡ് ചെക്ക്, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓർ എന്താവാ? ഫ്രണ്ട് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക്. ഫോർത്ത് വേർഡ് എന്താണ്? ബാങ്ക് ഡീറ്റെയിൽസ്. ബാങ്ക് ഡീറ്റെയിൽസ്. ബാങ്ക് ഡീറ്റെയിൽസിന് എന്താവാ? നമുക്ക് ക്യാൻസൽഡ് ചെക്ക് ആവാം, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക്. ഫിഫ്ത് വൺ ആണ് പറയുന്നത് പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. എന്തൊക്കെയാണ് വേണ്ടത്? ഒന്നുകിൽ ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് മതി. ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ടാക്സ് റെസീപ്റ്റ്. ടാക്സ് റെസീപ്റ്റ്. അല്ലെങ്കിൽ എന്ത് മതി? ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബിൽ. അല്ലെങ്കിലോ ലീസ് അഗ്രിമെന്റ്. ലീസ് അഗ്രിമെന്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ. ഒന്ന് പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നുകിൽ എന്ത് മതി? ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് മതി, ടാക്സ് റെസിപ്റ്റ് മതി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ, അല്ലെങ്കിൽ ലീസ് അഗ്രിമെന്റ്. ഇലക്ട്രിസിറ്റി ബില്ലാവുന്ന കേസിൽ അതിൽ പ്രത്യേകമായിട്ട് എന്ത് മെൻഷൻ ചെയ്തിരിക്കണം? ഓണറുടെ പേര്, ഓണേഴ്സ് നെയിം ആൻഡ് ബിൽഡിംഗ് നമ്പർ. ബിൽഡിംഗ് നമ്പറും മെൻഷൻ ചെയ്തിരിക്കണം. ലീസ് അഗ്രിമെന്റ് ആവുന്ന നേരം എന്താണ്? അതിൽ പ്രത്യേകമായിട്ട് എന്ത് പറഞ്ഞിരിക്കണം? പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കണം. പർപ്പസ്, ഉദ്ദേശം മെൻഷൻ ചെയ്തിരിക്കണം. എന്ത്? ഇന്ന ബിസിനസ് നടത്തുന്നതിന് ആവശ്യാർത്ഥം ഇന്ന ബിൽഡിംഗ് നമ്പറിലുള്ള ഇന്ന പ്ലേസ് ഇന്ന വ്യക്തിക്ക് കൊടുക്കുന്നു എന്നുള്ള, അദ്ദേഹത്തിന് ബിസിനസ് നടത്തുന്നതിന് ആവശ്യാർത്ഥം കൊടുക്കുന്നു എന്ന് ലീസ് അഗ്രിമെന്റിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ
ആ എന്താ പറയാ ബിൽഡിംഗ് ഓണർ അടുത്ത് നിന്ന് നമ്മൾ എന്ത് വാങ്ങണം? കൺസെന്റ് ലെറ്റർ വാങ്ങിയിരിക്കണം. ഓക്കെ, എന്നിട്ട് ലീസ് അഗ്രിമെന്റും കൺസെന്റ് ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ഓണർഷിപ്പിനെ മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഡോക്യുമെന്റും കൂടി മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലാവുന്നതിൽ എന്ത് വേണം? ആ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഓണറുടെ പേരും ബിൽഡിംഗ് നമ്പറും മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വാലിഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ കേസിൽ സെയിം പ്രിൻസിപ്പാൾ പ്ലേസ് ഓഫ് ബിസിനസ് സെയിം ആണ് വരുന്നത്, ഈ സെയിം കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് 6 പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് വേണം. പാർട്ണർഷിപ്പ് ഡീഡ് വേണം. എന്ത് വേണം? ഓതറൈസ്ഡ് പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേച്ചറി. പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേച്ചറി. ഈ ഒരു കേസിൽ അതിന്റെ ആവശ്യമില്ല. എന്തായിരിക്കും? പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും നോർമലി ഓതറൈസ്ഡ് സിഗ്നേച്ചർ. പാർട്ണർഷിപ്പിന്റെ കേസിൽ 4, 5, 6, 10 ആളുള്ള കേസിൽ അതിൽ ഏതെങ്കിലും ഒരാളെ നമുക്ക് എന്താക്കാം? ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആക്കാം. ഓതറൈസ്ഡ് സിഗ്നേച്ചറി ഇന്ന ആളാണെന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. ആ പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താക്കാം? റെസല്യൂഷൻ പാസ്ഡ് ബൈ ദി മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റി പാസ് ചെയ്യുന്ന ഒരു റെസല്യൂഷൻ മതി. അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. ലെറ്റർ ഓഫ് ഓതറൈസേഷൻ വേണം. ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. വേറെ ഒന്നും കൂടി ആവശ്യമാണ്. എന്ത്? പാൻ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. 8 പാൻ ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ട ആവശ്യമായ ഘടകങ്ങൾ: ഒന്ന് പാൻ കാർഡ് വേണം, ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അഡ്രസ് പ്രൂഫ് ആധാർ കാർഡ് മതി, ബാങ്ക് ഡീറ്റെയിൽസിന് ബാങ്ക് ക്യാൻസൽഡ് ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫ്രണ്ട് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് ഏതെങ്കിലും ഒന്ന് വേണം. പ്രൂഫ് ഓഫ് പ്രിൻസിപ്പാൾ പ്ലേസ് ഓഫ് ബിസിനസ്. എവിടെയാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പ്രൂഫ്, എന്താ പറയുക, സ്ഥലത്തിന്റെ അഡ്രസ് പ്രൂഫ് കാണിക്കാൻ വേണ്ടി അഡ്രസ് പ്രൂഫിന് വാലിഡ് ആയിട്ടുള്ള ഒന്നുകിൽ ലീഗൽ ഓണർഷിപ്പ് ഡോക്യുമെന്റ് മതി, ടാക്സ് റെസീപ്റ്റ് മതി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് മതി. ഇലക്ട്രിസിറ്റി ബില്ല് വാലിഡ് ആവണമെങ്കിൽ എന്ത് വേണം? ആ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഓണറുടെ പേരും ബിൽഡിംഗ് നമ്പറും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ലീസ് അഗ്രിമെന്റ് മതി. ലീസ് അഗ്രിമെന്റിൽ എന്ത്? പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കണം. ബിസിനസ് നടത്തുന്നതിന് ആവശ്യാർത്ഥം മെൻഷൻ ചെയ്തിരിക്കണം. ഇൻ കേസ് ലീസ് അഗ്രിമെന്റിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? കൺസെന്റ് ലെറ്റർ വേണം. ആ കൺസെന്റ് ലെറ്ററും കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. അപ്പൊ ലീസ് അഗ്രിമെന്റ് ആവുന്നതിന് 3 കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഒന്ന് ഓണർഷിപ്പ് ഓഫ് ലാൻഡിന്റെ ഓണർഷിപ്പിന്റെ പ്രൂഫ്, പിന്നെ ലീസ് അഗ്രിമെന്റ്, നെക്സ്റ്റ് എന്ത്? കൺസെന്റ് ലെറ്റർ റിക്വയർഡാണെങ്കിൽ. പാർട്ണർഷിപ്സ് ബിസിനസ് ആവുന്നേരം ഫസ്റ്റിലത്തെ പാൻ കാർഡ് ഓഫ് ഫേം, പാൻ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്, ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ് ഓൾ പാർട്ണേഴ്സ്, ആധാർ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവിടെ സെയിം തന്നെ. 5ാമത്തെ എന്താ പറയുന്നത്? പ്രൂഫ് ഓഫ് പ്രിൻസിപ്പാൾ പ്ലേസ് ഓഫ് ബിസിനസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവിടുത്തെ സെയിം തന്നെ. പിന്നെ അഡീഷണൽ ആയിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് വേണം. പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേച്ചറിന്റെ പ്രൂഫ് വേണം. അതിന് എന്ത് മതി? ഒന്നുകിൽ റെസല്യൂഷൻ പാസ്ഡ് ഇൻ ദി മാനേജിംഗ് കമ്മിറ്റി പാസ് ചെയ്യുന്ന റെസല്യൂഷൻ, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. നെക്സ്റ്റ് പാൻ കാർഡ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. ഇത്രയും ഡീറ്റെയിൽസ് ആയാൽ നമുക്ക് എന്ത്? GST രജിസ്ട്രേഷൻ കിട്ടും. ഇപ്പം GST രജിസ്ട്രേഷൻ കിട്ടാൻ 7 to 30 days ആണ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.